അള്ളാഹു നമ്മുടെ നിസ്കാരം നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഇന്ന് വലിയ ശ്രേഷ്ഠതയുള്ള രാവാണ്. ഇന്ന് ബദറിന്റെ രാവാണ്. നാളെയാണല്ലോ ബദർ ദിനം. അള്ളാഹു ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് ഈ റമദാനിൽ സ്വർഗം ലഭിക്കുന്ന ആളുകളിൽ നമ്മെ ഒക്കെ ഉൾപ്പെടുത്തി തരട്ടെ. നാളെ ഇൻഷാ അല്ലാഹ് വളരെ വിപുലമായിട്ടാണ് നമ്മുടെ പള്ളിയിൽ ബദർ ദിനം കൊണ്ടാടപ്പെടുന്നത്. എല്ലാവരും അതിൽ പങ്കെടുക്കണം. മറ്റുള്ള ആളുകളോടൊക്കെ വിവരം അറിയിക്കണം. പുരുഷന്മാരൊക്കെ അസർ ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് എല്ലാവരും പള്ളിയിലെത്തണം. വീട്ടിൽ നിന്ന് പത്തിരിയൊക്കെ കൊണ്ടുവരണം. അള്ളാഹു അതൊക്കെ നമ്മൾ കരുതിയതിലേറെ ഭംഗിയാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരകളിൽപ്പെട്ട വളരെ സമുന്നതനായ ഒരു പ്രവാചകനാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാം. പ്രവാചകനായി യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ പേരക്കുട്ടിയായ റഹ്മത്ത് ബീവി റളിയല്ലാഹു അൻഹ മഹദി ഭാര്യയായിട്ടുണ്ട്. കുറെ കുട്ടികളുണ്ട്. നല്ല സുന്ദരമായ വീടുണ്ട്. ധാരാളം കൃഷിയിടങ്ങളുണ്ട്. ആടുമാട് ഒട്ടകങ്ങളുണ്ട്. അള്ളാഹു ദുനിയാവ് വല്ലാതെ വിശാലമാക്കി കൊടുത്തിരുന്നു. ആർക്ക്? അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്നാൽ സദാസമയവും അള്ളാഹ് എന്ന ദിക്റിലും യജമാനനായ അള്ളാഹുവിനുള്ള ഇബാദത്തിലായിരുന്നു. ഇബ്ലീസിനാകട്ടെ അയ്യൂബ് നബിയോട് വല്ലാത്ത അസൂയ തോന്നി. അപ്പൊ ഒരു സമയം ഇബ്ലീസ് അള്ളാഹുവിനോട് തർക്കിച്ചു. ഇബ്ലീസ് പറഞ്ഞു, അള്ളാഹുവേ, അയ്യൂബ് ഇത്രയും സൗകര്യങ്ങൾ, നിനക്ക് ഇത്രയും കണിശമായി ഇബാദത്ത് ചെയ്യുന്നതും നീ എന്ന ചിന്തയിൽ മുഴുകാനുള്ള കാരണം അയ്യൂബിന് ദുന്യാവ് വിശാലമാക്കി കൊടുത്തതുകൊണ്ടാണ്. ആ ദുനിയാവെങ്ങാനും നീ അയ്യൂബിന്റെ അടുക്കൽ നിന്ന് പിടിച്ചു വാങ്ങിയാൽ അയ്യൂബ് ഇപ്പൊ ചെയ്യണ ഇബാദത്ത് ചെയ്യൂല എന്ന് പറഞ്ഞു. അള്ളാഹു പറഞ്ഞു ചെയ്യുമെന്ന് പറഞ്ഞു. ഇബ്ലീസ് പറഞ്ഞു ചെയ്യൂല എന്ന് പറഞ്ഞു. ഇബ്ലീസ് പറഞ്ഞു നിനക്ക് അതൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. ആ സമയം മുതൽ അയ്യൂബ് നബി അലൈഹി സ്വലാം അള്ളാഹുവിൽ നിന്നുള്ള വലിയ പരീക്ഷണത്തിന് വിധേയമായി. എങ്ങനെ പരീക്ഷണം തുടങ്ങിയ തരങ്ങൾ? ഒരു രാത്രി ശക്തമായ മഴ, കാറ്റ്, നല്ല ഇടിമിന്നലുണ്ടായി. ആ ഇടിമിന്നലേറ്റ് ഉണ്ടായിരുന്ന ആടുമാട് ഒട്ടകങ്ങളും മുഴുവനും നശിച്ചു. ഒരൊറ്റ രാത്രി കൃഷിയിടങ്ങൾ മുഴുവനും കരിഞ്ഞുപോയി. ആ രാത്രിയിൽ വീട് തകർന്നു വീണ് അയ്യൂബ് നബിയും ഭാര്യയും അല്ലാത്ത എല്ലാ കുട്ടികളും മരണപ്പെട്ടു. ഒറ്റ രാത്രിയിൽ. നമ്മൾ നോക്കണം. അള്ളാഹുവിൽ നിന്നുള്ള വലിയ പരീക്ഷണം നേരിടുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്നത് മുഴുവനും ഒരൊറ്റ രാത്രിയിൽ അങ്ങ് നഷ്ടപ്പെട്ടപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ വർത്തമാനം എന്തെന്നറിയുമോ? അൽഹംദുലില്ലാഹ്. അപ്പോഴും യജമാനനായ അള്ളാഹുവിനക്ക് ശുക്ർ ചെയ്യുകയാണ്. കരഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, അല്ലാഹ്, വെറും കൈയോടെയാണ് ഞാൻ ഈ ദുനിയാവിലേക്ക് വന്നത്. എനിക്ക് വീട് തന്നവന്നെയാണ്, കൃഷിയിടങ്ങൾ തന്നവന്നെയാണ്, ആടുമാട് ഒട്ടകങ്ങളെ തന്നവന്നെയാണ്, സന്താനങ്ങളെയും സൗഭാഗ്യങ്ങളെയും തന്നതിനെയാണ്. അതെല്ലാം നീ തിരിച്ചു കൊണ്ടുപോയല്ലോ. അൽഹംദുലില്ലാഹ്. ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ടും ഒന്നും സംഭവിക്കാത്തതുപോലെ പിന്നെയും അള്ളാഹുവിന്റെ ഇബാദത്തിൽ അങ്ങനെ ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഇബ്ലീസിന് പിന്നെയും ഹസദ് വരികയാണ്. അള്ളാഹുവിൽ നിന്നുള്ള അടുത്ത പരീക്ഷണം ബഹുമാനപ്പെട്ടവർക്ക് വരികയാണ്. ഇബ്ലീസ് ബഹുമാനപ്പെട്ടവരുടെ മൂക്കിലൂടെ ഒരു ഊത്തൂതി എന്നാണ് ചരിത്ര കിതാബുകളിലൊക്കെ കാണുന്നത്. ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ ഇങ്ങനെ വീർക്കാൻ തുടങ്ങി, ചില ഭാഗങ്ങൾ പൊട്ടാൻ തുടങ്ങി, പല ഭാഗത്തും മുറിവുകളായി, മുറിവുകളിൽ നിന്ന് വെള്ളം ഒഴുകാൻ തുടങ്ങി. ഒരിക്കലും ചികിത്സിച്ചിട്ട് സുഖപ്പെടാത്ത ഒരു പ്രത്യേക തരം രോഗം അയ്യൂബ് നബിയുടെ ശരീരം മുഴുവനും പടരുകയാണ്. അയ്യൂബ് നബി രോഗിയായി ആളുകളിൽ നിന്ന് ആളുകളിലേക്ക് വിവരം പരക്കുകയാണ്. ആരും അടുത്തേക്ക് വരുന്നില്ല, അടുത്ത് വന്ന് സംസാരിക്കാൻ ധൈര്യപ്പെടുന്നില്ല. കുടുംബങ്ങൾ വിട്ടെറിഞ്ഞു പോവുകയാണ്. ബന്ധപ്പെട്ടവർ മുഴുവനും അയ്യൂബ് നബിയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. യൂസുഫ് നബിയുടെ പേരക്കുട്ടിയായ റഹ്മ ബീവി ഭാര്യ മാത്രം ഒപ്പുണ്ട്, വേറെ എല്ലാം പോകും. എന്നാലോ ശരീരം രോഗത്തിലാണെങ്കിലും ബഹുമാനപ്പെട്ടവർ നാവ് കൊണ്ട് ദിക്റിലാണ്.
അല്ലാ എന്ന ചിന്തയിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം നാട്ടുകാർ ബഹിഷ്കരിച്ചു. നാട്ടുകാർ പറഞ്ഞ് നാട്ടിൽ നിങ്ങൾ താമസിക്കാൻ പാടില്ല, നിങ്ങളുടെ രോഗം ഞങ്ങളുടെ മക്കളിലേക്ക് പടരുമോ എന്ന പേടിയുണ്ട്. ബഹുമാനപ്പെട്ടവർ ആരോടും പരാതി പറഞ്ഞില്ല, നാട്ടിൽ നിന്ന് പുറത്തു പോവുകയാണ്. ആളുകൾ ആരും എത്തിപ്പെടാത്തൊരു ഭാഗത്ത് ഒരു ചെറിയ ടെന്റ് കെട്ടി തന്റെ ഭാര്യയോടൊരുമിച്ച് ജീവിക്കുകയാണ്. ആ സമയത്തും ഇബ്ലീസ് അവർക്ക് പഴിപ്പിക്കാൻ വന്നു. എങ്ങനെയാണെന്നറിയാം, ഒരു വൈദ്യരുടെ വേഷത്തിലാവുന്നു. അയ്യൂബ് നബിന്റെ ഭാര്യന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഭർത്താവിന്റെ രോഗം ഞാൻ മാറ്റിത്തരാം, 2 കാര്യം ചെയ്യണം. പന്നി മാംസം മദ്യത്തിൽ വേവിച്ചിട്ട് നിങ്ങളെ ഭർത്താവ് കഴിച്ചാൽ രോഗം സുഖപ്പെടും. മഹദിയായ റഹ്മത്ത് ബീവി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ സമീപത്ത് വന്നത് പറഞ്ഞു. ബഹുമാനപ്പെട്ടവർക്ക് മനസ്സിലായി ഇബ്ലീസിന്റെ കെണിയാണെന്ന്. ബഹുമാനപ്പെട്ടവർ ആ അവസ്ഥയിലും തന്റെ ഭാര്യയെ ശകാരിക്കുകയാണ്. പിശാചല്ലാതെ വർത്തമാനം പറയുമില്ലെന്ന് നിനക്കറിയില്ലേ, എന്നിട്ട് പിശാചിന്റെ വർത്തമാനവുമായിട്ട് എന്റെ സമീപത്ത് വന്നിരിക്കുകയാണോ? ഞാൻ ആരോഗ്യസ്ഥിതിയിലേക്ക് മടങ്ങിയാൽ നിന്നെ ഞാൻ 100 അടി അടിക്കുന്നതാണ്. ഭാര്യയുടെ എന്തിന്? ഈ ഇബ്ലീസിന്റെ വർത്താനം പറഞ്ഞിട്ട്. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. ഒരു ദിവസം റഹ്മത്ത് ബീവി പറഞ്ഞു, പ്രിയപ്പെട്ടവനെ, ഈ രോഗമെന്ന് സുഖപ്പെടാൻ യജമാനനായ അള്ളാഹുവിനോട് നിങ്ങൾക്കൊന്ന് ദുആ ചെയ്തുകൂടെ? നിങ്ങൾ ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കാതിരിക്കുകയില്ല. ഭാര്യ ഇത് പറയുമ്പോ 7 കൊല്ലം മറികടന്നിരുന്നു. അയ്യൂബ് നബി ചോദിച്ചു, എന്താ അറിയോ, നമ്മള് നല്ല സുഖത്തിൽ എത്ര കൊല്ലം ജീവിച്ചു ചോദിച്ചു. 80 കൊല്ലം ജീവിച്ചു പറഞ്ഞു. ഇപ്പൊ രോഗിയായിട്ട് എത്ര കൊല്ലമായത് ചോദിച്ചു. 7 കൊല്ലം പറഞ്ഞു. എനിക്ക് അള്ളാഹുവിനോട് ലജ്ജയുണ്ട് ചോദിക്കാനെന്ന് ചോദിച്ചില്ല. അല്ല, ഈമാൻ അമ്പിയാക്കളാണിത്. പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചിന്തിക്കുന്നിടത്തൊന്നുമല്ല ഓല സ്റ്റേജുള്ളത്. പിന്നെയും 5 വർഷം കഴിഞ്ഞു പോവുകയാണ്. അപ്പോഴേക്ക് 13 വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം. ആ സമയത്ത് നാവിന് ചെറിയൊരു തളർച്ച വരികയാണ്. നാവ് കൊണ്ട് ദിക്ർ ചൊല്ലാൻ ചെറിയ പ്രയാസം അനുഭവപ്പെട്ടു. മാത്രമല്ല ആ സമയത്ത് നാട്ടിൽ ചില ആളുകൾ ഒരു വാർത്ത പരത്തി, അയ്യൂബ് ദൈവത്തിന്റെ കോപത്തിനിരവയായവനാണ്, അതുകൊണ്ടാണ് രോഗം സുഖപ്പെടാത്തതെന്ന് ചില ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഈ വാർത്ത തന്റെ ചെവിയിലേക്ക് വന്നപ്പോ തന്റെ നാവിനൊരു ക്ഷീണം വരുന്നുണ്ടോ എന്നറിഞ്ഞപ്പോ ഒരൊറ്റ വർത്തമാനം പറയുകയാണ്. പരിശുദ്ധ ഖുർആൻ അത് പറഞ്ഞല്ലോ, 13 കൊല്ലം രോഗിയായിട്ട് ഈ ഒരു വർത്തമാനമല്ലാതെ അള്ളാഹുവിനോട് പറഞ്ഞിട്ടില്ല. അന്നീ മസ്സനിയദ്ദുറു വഅൻത അർഹമുർ റഹീമീൻ. 13ാമത്തെ കൊല്ലേ ഈ ഒറ്റ വാക്ക്, അള്ളാഹുവേ എന്നെ ചെറിയ ഒരു പ്രയാസം എന്നെ തൊട്ടിക്കണം കേട്ടോ, ഏറ്റവും വലിയ റഹ്മത്ത് ചെയ്യുന്നവനാണല്ലോ. ഇരട്ട വർത്താനം പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ആ വർഷത്തെ മുഹറം 10 അന്ന് രാവിലെ നസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അയ്യൂബ് നബിയുടെ സമീപത്ത് വന്നിട്ട് പറഞ്ഞു, ഉർക്കുദു ബിരിജ്ലിക, നിങ്ങളുടെ കാലിന്റെ മടമ്പ് കൊണ്ടൊന്ന് ഭൂമിയിലൊന്ന് മെല്ലെ തട്ടണം നബിയെ. അയ്യൂബ് നബി കാല് കൊണ്ടങ്ങടിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, അവിടെ സുന്ദരമായ ഒരു ജലാശയം രൂപപ്പെടുകയാണ്. അതിലൊന്ന് മുങ്ങി കുളിക്കാൻ പറഞ്ഞു, ഒന്ന് വുളൂ ചെയ്യാൻ പറഞ്ഞു, ഒരൽപ്പം കുടിക്കാൻ പറയുകയാണ്. ഒരൊറ്റ നിമിഷം കൊണ്ട് അല്ലാഹു രോഗം സുഖപ്പെടുത്തുകയാണ്. രോഗം സുഖപ്പെടുത്തിയെന്ന് മാത്രമല്ല, എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയിരുന്നോ അതൊക്കെ 10 മടങ്ങായി അല്ലാഹു തആല മടക്കി കൊടുക്കുകയാണ്. അയ്യൂബ് നബിയുടെ കഥ പറഞ്ഞപ്പോ ഖുർആൻ പറഞ്ഞത്, ഇന്നാ വജദ്നാഹു സ്വാബിറാ, അല്ലാഹ് പറയുകയാണ്, ആ മനുഷ്യനെ ഞാൻ ഏറ്റവും വലിയ ക്ഷമയുള്ളവനായിട്ടല്ലേ എത്തിച്ചത്. നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്, അല്ലാഹു തആല പറഞ്ഞ വർത്തമാനമാണിത്. നിഅമൽ അബ്ദു, എന്ത് നല്ല അടിമയാണിത്. ഇങ്ങനത്തെ അടിമകളൊക്കെ ഭൂമിയിലുണ്ടല്ലോ. ഇന്നഹു അവ്വാബ്, യജമാനനായ അല്ലാഹു എന്നിലേക്ക് വല്ലാതെ ഖേദിച്ച് മടങ്ങുന്നവനാണ്. എന്തേക്കാരെ പോലെ ഈമാങ്ങൾ നോക്കണം. രോഗം സുഖപ്പെട്ടു. ഭാര്യനോട് പണ്ട് പിശാചിന്റെ വർത്താനം പറഞ്ഞിരുന്നു, 100 അടി അടിച്ചും പറഞ്ഞു. ഇപ്പൊ സത്യം വീട്ടണ്ടേ? ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പുല്ലിന്റെ കെട്ട് കൊടുത്തു. ആ ചെറിയ പുല്ലിന്റെ ഒരു കെട്ട്, ദൊണ്ടൻ അടിച്ചോളി 100 വട്ടം എന്ന് പറഞ്ഞു. ഞാൻ ഭാര്യക്ക് വരുത്താകും വേണ്ട, എന്താകും വേണ്ട, സത്യം വീട്ടാതിരിക്കും വേണ്ട.
നോക്കാൻ നിങ്ങൾ എന്തേക്കാര പോലെ ആഖിറത്തിൽ വരും പോലെ അവസ്ഥ എന്തേക്കാര. എല്ലാ പ്രവാചകന്മാരിങ്ങനെയാണ്. ഇന്ന അശദ്ദന്നാസി ബലാഅൻ അൽഅംബിയാ ഫല്ലംസലു ഫല്ലംസൽ. ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രയാസങ്ങൾ നേരിട്ടത് പ്രവാചകന്മാരാണ്. ഓലക്കാളും പ്രയാസം നേരിട്ടവർ ആരൊക്കെയല്ലോ. ഇത്തരം പ്രവാചകന്മാരെ അവരുടെ ജനതകൾ കൊന്നുകളഞ്ഞിട്ടുണ്ട്. മൂസാ നബിയുടെ പ്രയാസം നമ്മൾ പലവട്ടം പറഞ്ഞതാണ്. ഇബ്രാഹിം നബി തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ടിട്ടില്ലേ? നോഹ് നബിയുടെ ജനത എത്രയാണ് കഷ്ടപ്പെടുത്തിയത്. പ്രയാസങ്ങൾ നേരിടാത്ത ഒരു പ്രവാചകരും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഭവിച്ച മഹത്തായ ക്രൂരതകളുടെ കഥകൾ പലതവണ നമ്മൾ പഠിച്ചതല്ലേ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ബദറിന്റെ രാത്രിയാണ്. പരിശുദ്ധ റമദാൻ 17ന്റെ രാവല്ലേ. ഇന്നൊരാള് തറാവീഹ് നിസ്കരിക്കുമ്പോ ആ മനുഷ്യൻ അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകന്മാരില്ലേ, അവർക്ക് അള്ളാഹു നൽകപ്പെടുന്ന പ്രതിഫലത്തിന്റെ ഒരു ചെറിയ വിഹിതം ഇന്നത്തെ നിസ്കാരക്കാർക്ക് നൽകപ്പെടുന്നതാണ്. ഈ ബദറിന്റെ രാത്രിയിൽ ഞങ്ങൾക്കും ആ പ്രതിഫലം നൽകണേ അല്ലാഹുവേ. ആ പ്രതിഫലം നൽകപ്പെടുന്നവരിൽ ഞങ്ങളെ മുഴുവനും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നമുക്കൊക്കെ അതിന് ഭാഗ്യം തരട്ടെ. ഒരു കുഞ്ഞു മസലുണ്ട്, ഉറക്ക ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാള് ഒറ്റക്ക് നിസ്കരിക്കുക, ജമാഅത്തായിട്ട് നിസ്കരിക്കുക, എങ്ങനെ ആകട്ടെ, ഖുനൂത്ത് മറന്നു, അല്ലെങ്കിൽ അബാദ സുന്നത്തുകളിൽപ്പെട്ട വേറെ ഏതെങ്കിലും മറന്നു. ഇപ്പോ ഖുനൂത്ത് തന്നെ വെക്കി. സുബഹി ഒറ്റക്ക് നിസ്കരിച്ചതാണ്, അല്ലെങ്കിൽ റമദാനിലെ ഈ 2ാം പകുതിയിലെ വിത്ർ നിസ്കരിച്ചതാണ്, ഖുനൂത്ത് മറന്നു. ഖുനൂത്ത് മറന്ന് നമ്മൾ സുജൂദ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവിടെ നിന്ന് ഇവിടേക്ക് വരാൻ പാടില്ല. തിരിച്ചിങ്ങോട്ട് ഖുനൂത്ത് ഓതാൻ എന്താകാൻ പാടില്ല, വരാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഖുനൂത്ത് എന്നുള്ളത് ഒരു സുന്നത്താണ്. നമ്മൾ സുജൂദ് എത്തിക്കഴിഞ്ഞാൽ അത് ഫർളാണ് സുജൂദ്. ഒരിക്കലും ഫർള് മുറിച്ചിട്ട് നമ്മൾ എവിടേക്ക് പോരരുത്, സുന്നത്തേക്ക് തിരിച്ചു പോരരുത്. കാരണം നമുക്ക് ഈ ഖുനൂത്ത് നഷ്ടപ്പെട്ടാലേ തിരിച്ചെടുക്കാൻ മാർഗമുണ്ട്. എങ്ങനെ? സേവിന്റെ സുജൂദ് നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ. അങ്ങനെ സേവിന്റെ സുജൂദൊക്കെ ചെയ്യണമെന്ന് കരുതിയിരുന്നു, മറന്നുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒറ്റക്ക് നിസ്കരിക്കുമ്പോ തന്നെയാണെന്ന് വെച്ചോളി. സലാം വിട്ട് കാഞ്ചത്തടാ, എന്തും മറന്നല്ലോ, സുജൂദ് മറന്നല്ലോ, മനഃപൂർവ്വം സലാം വീട്ടിൽ എന്തായതാണ്, മറന്നുകൊണ്ടാണ് സലാം വീട്ടിൽ. ഇനി പത്താ കാട്ടും. മറന്ന് ഒരാൾ സഹവിന്റെ സുജൂദ് മറന്ന് ഒരാൾ സലാം വീട്ടിയാൽ ഉടനെ അയാൾക്ക് ഓർമ്മ വന്നാൽ ആ സഹവിന്റെ സുജൂദ് തിരിച്ചെടുക്കാൻ മാർഗമുണ്ട്. എന്താ മാർഗം എന്ന് പറയുന്നത്? അപ്പൊ തന്നെ വീണ്ടെടുക്കാം. ഞാൻ സഹവിന്റെ സുജൂദ് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കരുത്, അല്ലാഹു അക്ബർ എന്നിട്ട് നേരെ എവിടുക്കാൻ പോകുക, സുജൂദ് തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലണ്ട, നേരെ എവിടുക്കാൻ പോകുക, അല്ലാഹു അക്ബർ എന്നിട്ട് സുജൂദ്ക്കാൻ പോകുക. ആ പോകലോടുകൂടി നമ്മളെ നിസ്കാരത്തിലേക്ക് മടങ്ങിയ ആളായി മാറും. 2 സുജൂദ് ചെയ്യുക, സുജൂദ് കഴിഞ്ഞിട്ട് എന്താകണം, ആയിഷക്ക് സലാം വിട്ടു. പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് ഒരാള് സഹവിന്റെ സുജൂദ് മറന്ന് സലാം വീട്ടിയാൽ സമയം നീണ്ടു പോകുന്നതിന്റെ മുമ്പ് അവനക്ക് ഓർമ്മ വന്നാൽ ഓനക്ക് ആ സഹവിന്റെ സുജൂദിനെ മടക്കിയെടുക്കാൻ മാർഗമുണ്ട്. നേരെ സുജൂദ് ചെയ്യാണെന്ന് കരുതി സുജൂദക്കാൻ പോയാൽ മതി. 2 സുജൂദും കഴിഞ്ഞ് എണീറ്റ് ഇരുന്നിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് സലാം വീട്ടിയാൽ മതി. കാരണം മനസ്സിലായില്ലേ? അല്ലാഹു തആല ഒക്കെ മനസ്സിലാക്കി ചെയ്യാൻ തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹു ഈ മഹത്തായ രാത്രിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. ബദരീങ്ങളെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ബദരീങ്ങളെ സ്നേഹിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. റബ്ബേ, മരണപ്പെടുന്നതിന്റെ മുമ്പ് ബദറിലെത്താനും ബദരീങ്ങളെ സിയാറത്ത് ചെയ്യാനും ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് മുഅ്മിനീങ്ങൾ മരിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ മഹല്ല തന്നെ പെരുമ്പുല്ല് ഭാഗത്തുള്ള ഒരു ഉമ്മ മരിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 8:30 മണിക്കാണ് മയ്യിത്ത് നിസ്കാരം. അല്ലാഹു ആ ഉമ്മയുടെ ഖബറുടെ നീ സ്വർഗമാക്കണേ അല്ലാഹ്, സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. ആ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഈ റമദാനിന്റെ നടുവിലെ 10ന്റെ ബറക്കത്ത് കൊണ്ട് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. അബേ, മരിച്ചവർക്ക് വേണ്ടി പല ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മരണപ്പെട്ട ഭർത്താവിനും ബാപ്പാക്കും വേണ്ടി ഉപ്പാക്കും വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരും മരിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ഖബറുടെ നീ സ്വർഗമാക്കണേ അല്ലാഹ്, വെളിച്ചമാക്കണേ അല്ലാഹ്.
മക്കള് നന്നാകാൻ വേണ്ടിയും ആലിമീങ്ങളാകാൻ വേണ്ടി ദുആ കൊണ്ടേൽപ്പിച്ചവരുണ്ട്. റബ്ബേ, ഞങ്ങളുടെ ഒക്കെ മക്കളെയും ഞങ്ങളൊക്കെ ശിഷ്യന്മാരെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, നന്മയുള്ളവരാക്കണേ അല്ലാ, നിന്റെ പൊരുത്തമുള്ളവരാക്കണേ അല്ലാ, ഖുറവിയായ ആലിമീങ്ങളിലും മുതഅല്ലിമീങ്ങളിലും പെടുത്തണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ ഈ ദുആക്ക് കേൾക്കുകയും ആമീൻ പറയുകയും ചെയ്യുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ പുറത്തു തരണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മറക്കരുത്, അസർ ബാങ്ക് കൊടുക്കുമ്പോൾ എല്ലാവരും വരണം. വിവരങ്ങളൊക്കെ ആണുങ്ങളോട് എല്ലാവരെയും അറിയിക്കുകയും വേണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.